ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ ചെന്ന് കണ്ടിട്ട് അയാളോട് തൻ്റെ പ്രശ്നം പറയുകയും അയാൾ ഒരു ജോത്സ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാണ്. അങ്ങനെ ജോത്സ്യൻ്റെ അടുത്ത് എത്തുമ്പോൾ ജോത്സ്യൻ ചോദിക്കുക എന്താ പ്രശ്നം എന്ന്. എന്തെങ്കിലും സംഭവിക്കുമെന്നാ എൻ്റെ പേടി, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയൂട്ടോ ശ്രുതി. എന്താ താൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഹൃത്ത് പറയും, ഒരു ലെറ്റർ എടുത്ത് കൊടുത്തിട്ട് ഈ ലെറ്ററേ ഇവൻ്റെ ഷോപ്പിൽ ആരോ കൊണ്ടുവന്ന് കൊടുത്തു, അതിനുശേഷം ഇവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പോൾ ആ ലെറ്ററൊക്കെ വായിച്ചു നോക്കിയിട്ട് ജോത്സ്യൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, തൻ്റെ മുഖം കണ്ടിട്ടേ എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്, മിക്കവാറും തനിക്ക് പ്രശ്നം ഉണ്ടാവുന്നേ. ഇത് കേൾക്കുന്ന സുഹൃത്ത് പറയും, പറഞ്ഞത് കറക്റ്റാ എന്ന്. അപ്പോൾ ജോത്സ്യൻ ചോദിക്കും, തൻ്റെ പേരും നാളും പറ എന്ന് പറയുമ്പോൾ പേര് സുധീന്ദ്രൻ, നാളെ അവിട്ടം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ കവടിയൊക്കെ നിരത്തി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പറയും, ഈ ലെറ്ററിൽ പറഞ്ഞ പോലെ തന്നെ തനിക്ക് ഒരു പ്രശ്നം വരാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ ജോത്സ്യൻ പറയും, എല്ലാ ദിശയിൽ നിന്നും തന്നെ തകർക്കാനുള്ള അമ്പുകൾ എഴുതുകൊണ്ടിരിക്കുകയാണ്, തനിക്കിപ്പോൾ ശനി ദശയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ആകെ കുഴഞ്ഞ് പറയും, ഇതെല്ലാം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ ജോത്സ്യരെ എന്ന്. കർണന്റെ കവചം പോലെ തനിക്കും വേണം ഒരു കവചം എന്ന് പറയുമ്പോൾ, കവചോ അതെന്താന്ന് ചോദിക്കാട്ടോ ശ്രുതി. കവചം എന്ന് വെച്ചാൽ തൻ്റെ ഡ്രസ്സ് തന്നെ ആടോ എന്ന് പറയാം കേട്ടോ നമ്മുടെ ജോത്സ്യൻ. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും, പ്രപഞ്ചത്തിലെ എല്ലാ കളറിനും ഓരോ ശക്തിയുണ്ടെന്നും താൻ എല്ലാ ദിവസവും ഓരോ കളർ ഷർട്ട് ധരിക്കുക, അപ്പൊ തന്റെ ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നിറത്തിനൊക്കെ കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കും, ഹാവ് രക്ഷപ്പെട്ടു, എനിക്കത് മതി എന്ന് പറയണേ. അപ്പൊ തന്നെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, ഷർട്ടിന് ഇങ്ങനെയൊക്കെ കഴിവുണ്ടോന്ന്. ഷർട്ടിനല്ല ശക്തി, അത് ധരിക്കുന്ന ആ ഒരു കളറിനാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ എന്ന് പറയുമ്പോൾ ജോത്സ്യൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഓരോ ദിവസം ധരിക്കേണ്ട ഷർട്ടിന്റെ കളറ്. അപ്പോഴേക്കും സന്തോഷം കൊണ്ട് നമ്മുടെ ശ്രുതി ചോദിക്കും, അല്ല ജോത്സ്യരെ, ഇതെന്താ യൂണിഫോം ആണോ, ഓരോ ദിവസവും ഓരോ കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോത്സ്യൻ പറയും, തനിക്കേ രക്ഷപ്പെടണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെന്ന്. അയ്യോ എനിക്ക് രക്ഷപ്പെടണം എന്ന് പറയണേ നമ്മുടെ ശ്രുതി. പിന്നീട് നമ്മുടെ ശ്രുതിക്ക് വീണ്ടും സംശയമാണ്, അല്ല ഞായറാഴ്ചത്തെ കളർ പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഷർട്ട് ഇടണ്ടേന്ന് ചോദിക്കുമ്പോൾ, ഞായറാഴ്ച താൻ വെള്ള കളർ ഷർട്ട് തന്നെ ഇട്ടോ എന്ന് പറയുമ്പോൾ, ആ വെള്ള കളറല്ലേ, അങ്ങനെ ഇട്ടോളാന്ന് പറയണ ശ്രുതി. അതിനുശേഷം ജോത്സ്യൻ പറയും എണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണീക്കുന്ന ശ്രുതിയെ കണ്ടിട്ട് പറയും, തനിക്ക് ഇന്ന് ഈ നിറം ഷർട്ട് പറ്റത്തില്ല, ഊരിക്കോ എന്ന് പറയാണ്. അയ്യേ ഞാൻ ഊരത്തില്ല എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി. തനിക്ക് കവചം വേണമെങ്കിൽ ഊരിയാൽ മതിയടോ എന്ന് പറയുമ്പോഴേക്കും, വേണം 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 ഞാൻ ഊരാന്ന് പറഞ്ഞിട്ട് ഷർട്ട് അങ്ങ് ഊരിയാണ്. ഇത് കണ്ടിട്ട് സുഹൃത്ത് ഇരുന്ന് ചിരിക്കുക കേട്ടോ. അപ്പോഴും ആ ഫ്രണ്ട് ഇരുന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ, താൻ എന്തിനാടോ ചിരിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ ശ്രുതി. അങ്ങനെ ജോത്സ്യൻ ഒരു ഫോട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശ്രുതിയെ. എന്നിട്ട് കുറച്ച് ഭസ്മൊക്കെ നെറ്റിയിലൊക്കെ വരച്ചു കൊടുത്ത് ഒരു മുണ്ടെടുത്തിട്ട് ശ്രുതിയുടെ ദേഹത്തങ്ങ് പുതയ്ക്കുകയാണേ. എന്നിട്ട് പറയും, ഇന്ന് തനിക്ക് ഈ ഡ്രസ്സാണ്, ഈ കളറാണ് ചേരുന്നത്, അപ്പൊ ഈ കളർ ധരിച്ചാൽ മതി. പിന്നെ ഈ ഡ്രസ്സൊക്കെ അലക്കേണ്ടത് തൻ്റെ ഭാര്യയാണ്, മറ്റാരെയും തൊടരുത് എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയട്ടോ ശ്രുതി. പിന്നീട് നമ്മുടെ സച്ചി ഒരു കുഞ്ചൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് അതെന്തിനാണ്. ആ ചാക്കായിൽ നിന്ന് ക്യാഷ് കംപ്ലീറ്റ് പോവാണ്, അതുകൊണ്ട് ഇങ്ങനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ അത് എടുക്കത്തില്ല, ഇവിടെ മറ്റൊരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അതത്ര പോരാ എന്ന് പറയണേ. പിന്നീട് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാർ ഇപ്പോൾ ഓടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കല്ലേ, അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ഇതിൽ സ്വരൂപിച്ച് വെച്ചാൽ നമുക്കൊരു റൂമിനുള്ളത് കിട്ടുമല്ലോ എന്ന്. അപ്പോഴേക്കും ചന്ദ്ര അവിടേക്ക് ചിരിച്ചുകൊണ്ട് എത്താണ് കേട്ടോ. നീ ഈ അവസ്ഥയിൽ എത്തും എന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര വേഗം എത്തുന്നൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രവി ചോദിക്കും, നീ വിചാരിക്കുന്ന ഏതവസ്ഥയാണ്. അല്ല പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥ, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കുഞ്ചിയുമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് അത് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എൻ്റെ ചന്ദ്രയെ നീ എന്തൊക്കെയായി പറയുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, വീടച്ചാ അതൊന്നും വലിയ കാര്യമില്ല, 2 ദിവസം ഫ്യൂസ് പോയ ബൾബിനെ പോലെ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും കത്തി, അത്രയൊക്കെ വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അമ്മേ ഞങ്ങൾക്ക് പിച്ചക്കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, ആ പൈസ തന്നെ സ്വരൂപിച്ച് കിട്ടിയാൽ ഒരു റൂം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് പറ്റുന്നില്ല കേട്ടോ. അപ്പോഴായിരിക്കും ശ്രുതി അമ്മേ എന്ന് വിളിച്ചു വരുന്നത്. അത് കാണുന്ന സച്ചിയാണെങ്കിൽ ചിരിച്ചു പോവാണ്. എന്നിട്ട് പറയും രവിയോട്, ഡേ അച്ഛാ ഒരു പിച്ചക്കാരൻ വന്നിരിക്കുന്നു. അപ്പോൾ രവി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി ആയിരിക്കും. ആരാടാ പിച്ചക്കാരൻ എന്നും ചോദിച്ചാൽ നമ്മുടെ ശ്രുതി വരുന്നു. അല്ല നിന്റെ ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ ഒരു പിച്ചക്കാരൻ്റെ മാതിരി ഉണ്ട്, ഏത് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, നിനക്ക് ഈ കുഞ്ചി പറ്റത്തില്ല, അടുക്കളയിൽ പോയി അലുമിനിയം പ്ലേറ്റ് എടുത്തിട്ട് പോയിക്കോ
എന്നങ്ങ് പറയാൻ കേട്ടോ സച്ചി. അപ്പോഴേക്കും ചന്ദ്ര ഓടി എത്തിയിട്ട് എന്താ നീ ഈ വേഷത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ശ്രുതി പറയും സ്വാമികൾ ഈ വീട്ടിലെത്താൻ കാരണമുണ്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും പിച്ചച്ചട്ടി എടുക്കാനായിരിക്കും. ആരെങ്കിലും ക്യാഷ് കടം കൊടുത്തടുത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോ ഷർട്ട് ഊരി ഇവൻ ഓടിയിട്ടുണ്ടാവും, അതാ ഇവന് ഷർട്ട് ഇല്ലാത്തതെന്ന് പറയട്ടോ സച്ചി. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോടാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആ ദേഹത്ത് വിരിച്ചിരിക്കുന്ന ആ ഒരു മുണ്ട് ഒഴിവാക്കാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി തടഞ്ഞിട്ട് പറയും അമ്മേ ഇതൊന്നും എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഇതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിലൊന്നും തൊടാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും എന്റെ മോൻ എന്തോ പറ്റിയെന്ന്. എന്നിട്ട് മുകളിലേക്ക് കയറി പോവാണേ. അത് കാണുന്ന സച്ചി പറയും അച്ഛാ എന്തൊക്കെയോ കള്ളത്തരം മണക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട് കേട്ടോ എനിക്കും തോന്നിയടാ എന്ന് പറയുമ്പോൾ അതൊക്കെ പോട്ടെ അച്ഛ, അച്ഛൻ്റെ കയ്യേ രാശിയുള്ള കയ്യാണ്, ഇതിൽ ആദ്യമായിട്ട് അച്ഛനാ പൈസ ഇടണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ രവി എണീറ്റ് പോയി ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എണീക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സച്ചിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഐശ്വര്യമായിട്ട് ഇടാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ആ കുഞ്ചി എവിടെ വെക്കും എന്ന് ചോദിക്കും. എന്നിട്ട് പറയും ശ്രുതിക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള സമയമാണ്, പിച്ചക്കാരനായല്ലോ, അപ്പോൾ ഇതിപ്പോൾ എവിടെ വെക്കും എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടാ പൂജാ റൂമിലേക്ക് വെക്കുക എന്ന് പറയണേ. അവിടെ വേണ്ട, മറ്റൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി അതും കൊണ്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് രേവതിയോട് ശ്രുതി വന്ന് പറയും സച്ചിയോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രേവതി ശ്രുതിയെ പിച്ചക്കാരൻ എന്ന് വിളിക്കരുത് എന്ന്. ശ്രുതി ഇപ്പൊ എന്ത് ചെയ്തിട്ടാ അങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണെ. അപ്പോൾ രേവതി പറയും എന്തിനാണ് അങ്ങനെ വിളിച്ചതെന്ന് ശ്രുതി റൂമിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് കയറി പോവാണേ. അങ്ങനെ ശ്രുതി റൂമിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് ആ കട്ടിലിരിക്കുന്ന ശ്രുതിയാണ് കേട്ടോ. ശ്രുതി നിനക്ക് എന്താ പറ്റിയത്, നിന്റെ ഷർട്ട് എവിടെ, ഇതെന്താ മൂടി പൊതിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ മുണ്ടങ്ങ് മാറ്റുമ്പോൾ ശ്രുതി അങ്ങ് വാങ്ങിയിട്ട് വീണ്ടും ധരിക്കുകയാണ്. എന്താ ശ്രുതി നിന്റെ ഷർട്ട് എവിടെ പോയി, സച്ചി നിന്നെ വഴക്ക് പറഞ്ഞോ അതോ അടിച്ചോ അല്ലെങ്കിൽ ഷർട്ട് വലിച്ച് കീറിയോ എന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് ചെല്ലാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ശ്രുതി പറയും ശ്രുതി നിൽക്ക്, അവനെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വരുമ്പോൾ തന്നെ ഇങ്ങനെയാണെന്ന് പറയണേ. അപ്പോൾ ശ്രുതിയുടെ ഷർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് മതി, ഇതാണ് എൻ്റെ പരിച എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കും ശ്രുതിക്ക് എന്താ തലയ്ക്ക് വട്ടായോ. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ജോത്സനെ പോയി കണ്ട വിവരമൊക്കെ പറയുമ്പോൾ തന്നെ ശ്രുതി അങ്ങ് തലയ്ക്ക് കൈവച്ച് പോട്ടോ. ശ്രുതിക്ക് എന്താ ഭ്രാന്താണോ, ബുദ്ധിയൊക്കെ നശിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദിവസം ഇനി അയാൾ പറയുന്നത് പോലെ ഞാൻ പല കളറ് ഷർട്ടായിരിക്കും ധരിക്കുക, എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി പറയും ശ്രുതി നിന്നെ ആരോ പ്രാങ്ക് ചെയ്തതാ, ഇത് പ്രാങ്ക് ചെയ്തതൊന്നല്ല, ഇത് ജോത്സ്യം പറഞ്ഞല്ലോ എനിക്ക് ഒരാപത്ത് വരും എന്നും പറഞ്ഞ് ശ്രുതിയുടെ അടുത്തേക്ക് എണീറ്റ് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയോട്, ശ്രുതിക്ക് 7 ഡിഗ്രി ഒക്കെ അല്ലേ, എന്തിനാ ആ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ശ്രുതി പറയുന്നത് ആ ജോത്സ്യം പറയുന്നത് പോലെ 7 കളറിൽ ഡ്രസ്സ് ഇടണം, അപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റത്തില്ല, ഇനിയിപ്പോൾ ചെയ്താൽ തന്നെ എനിക്കത് പറ്റത്തില്ല ഇങ്ങനത്തെ ഓരോ കളർ ഡ്രസ്സ് ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയും ശ്രുതിയുടെ ഇഷ്ടം പോലെ ചെയ്യ്, നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ. അപ്പോൾ ശ്രുതിക്കൊന്നും മനസ്സിലാവായിട്ട് ശ്രുതി ദേഷ്യത്തോടെ അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചിയെ കാണിക്കുന്നു. സച്ചി രേവതിയെ വിളിച്ചിട്ട് പറയും ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാന്ന് പറയേ. മസാല ദോശ വേണ്ട, പൂരിയും മസാലയും മതി എന്ന് പറയുമ്പോൾ അത് വേണ്ട സച്ചിയേട്ടാ, അത് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് പറയണേ. അമ്മയ്ക്ക് നീ എന്തുണ്ടാക്കി കൊടുത്താലും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല, നീ അമ്മയുടെ ഇഷ്ടത്തിനാണോ വില കൽപ്പിക്കുന്നത് അത് എൻ്റെയോ, അത് സച്ചിയേട്ടൻ്റെ തന്നെയാന്ന് പറയുമ്പോൾ എന്നാ പൂരി മസാല ഉണ്ടാക്കിയാൽ മതി എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ രേവതി പറയും എത്ര കഴിച്ചിട്ടും മതിയാവുന്നില്ലേ സച്ചിയേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് രേവതിയുടെ സംസാരവും ഈ പൂരി മസാലയും ഒന്നും മടുക്കത്തില്ല എന്ന് പറയട്ടോ സച്ചി. അപ്പോൾ നമ്മുടെ രേവതി പറയും ആണുങ്ങൾ അടുക്കളയിൽ കയറരുത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം സച്ചിയേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ അത് പെണ്ണുങ്ങളുടെ പണി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. അതേ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പറയും രേവതി ആ ശ്രുതിക്ക് വട്ട എന്നാ തോന്നുന്നു, ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പറ്റിച്ചെടുക്കാൻ പറ്റാത്ത എല്ലാ ഫ്രസ്റ്റ്